ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകൾ. കത്തുന്ന വെയിലിനെ പ്രതിരോധിക്കാൻ ശരീരത്തെ സജ്ജമാക്കുകയാണ് ഈ സമയത്തെ ആരോഗ്യകാര്യങ്ങളിലെ പ്രധാനപ്പെട്ടത്. ശരീരത്തിന് ഒട്ടും കോട്ടം തട്ടാത്ത ആഹാര രീതികളാണ് ഇപ്പോൾ അഭികാമ്യം. നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചുള്ള ഭക്ഷണചര്യകൾ പണ്ടുമുതലേ നിഷ്കർഷിച്ചിരുന്നു എങ്കിലും അതിൽ മാറ്റം വന്നതാണ് ഇപ്പോൾ നേരിടേണ്ടി വരുന്ന ആരോഗ്യ പ്രശ്നങ്ങളുടെ പ്രധാന കാരണമെന്നും ഭക്ഷ്യസുരക്ഷാ സെമിനാർ ചൂണ്ടിക്കാട്ടുന്നു. റിപ്പോർട്ട് കാണാം പ്രധാന വാർത്തകൾക്കു ശേഷം. കോഴിക്കോട് മംഗലാപുരം ഗേജ് മാറ്റത്തിന് റെയിൽവേ ബജറ്റിൽ 2 കോടി. തിരുനാവായ ഗുരുവായൂർ പാത ഇരട്ടിപ്പിക്കാനും വകയിരുത്തൽ. തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള പെൻഷൻ വിതരണമേളയാണ് സർക്കാർ നടപ്പിലാക്കുന്നതെന്ന് CPIM ജില്ലാ സെക്രട്ടറി P. മോഹനൻ മാസ്റ്റർ. വേനൽക്കാല ആഹാര രീതികളിൽ മിതത്വം പാലിക്കണമെന്ന് ഉപഭോക്തൃ സുരക്ഷാ സമിതിയുടെ സെമിനാർ. വാർത്തകൾ വിശദമായി. തിരുവനന്തപുരത്ത് സബർബൻ സർവീസ് ഉൾപ്പെടെയുള്ള പ്രഖ്യാപനങ്ങളുമായി കേന്ദ്ര റെയിൽവേ ബജറ്റ് റെയിൽവേ മന്ത്രി സുരേഷ് പ്രഭു ലോക്സഭയിൽ അവതരിപ്പിച്ചു. കോഴിക്കോട് മംഗലാപുരം ഗേജ് മാറ്റത്തിന് 2 കോടി, നിലമ്പൂർ നഞ്ചങ്കോട് പാതയ്ക്കുള്ള തുക തുടങ്ങിയ വാഗ്ദാനങ്ങൾ ബജറ്റിലുണ്ട്. വലിയ പ്രഖ്യാപനങ്ങളൊന്നുമില്ലാതെയാണ് കേന്ദ്ര റെയിൽവേ ബജറ്റ് റെയിൽ മന്ത്രി സുരേഷ് പ്രഭു ലോക്സഭയിൽ അവതരിപ്പിച്ചത്. റെയിൽവേ സ്റ്റേഷനുകളിൽ 17,000 ബയോ ടോയ്ലറ്റുകൾ, മുതിർന്ന പൌരന്മാർക്കുള്ള കോട്ടയിൽ 50% വർധന, 100 സ്റ്റേഷനുകളിൽ വൈഫൈ സംവിധാനം തുടങ്ങിയ പ്രഖ്യാപനങ്ങൾ റെയിൽവേ ബജറ്റിലുണ്ട്. തിരുവനന്തപുരത്ത് സബർബൻ ട്രെയിൻ ആരംഭിക്കുമെന്നതാണ് കേരളത്തെ സംബന്ധിച്ച് ബജറ്റിലെ വലിയ നേട്ടം. കോഴിക്കോട് മംഗലാപുരം ഗേജ് മാറ്റത്തിന് പ്രഖ്യാപിക്കപ്പെട്ട 2 കോടി രൂപ മലബാറിനെ സംബന്ധിച്ച് പ്രധാന നേട്ടമാണ്. കൂടാതെ നഞ്ചങ്കോട് നിലമ്പൂർ പാതയ്ക്കും ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട്. തിരുനാവായ ഗുരുവായൂർ പാത ഇരട്ടിപ്പിക്കലിന് 5 കോടി രൂപ ബജറ്റ് വകയിരുത്തുന്നു. തിരുവനന്തപുരം കന്യാകുമാരി പാതയ്ക്ക് 29 കോടി, ശബരിമല തീർത്ഥാടകർക്ക് കൂടുതൽ സൌകര്യങ്ങൾ, ടിക്കറ്റ് ബുക്കിംഗിനൊപ്പം യാത്രക്കാരനെ ഇൻഷുർ ചെയ്യൽ, സ്ത്രീ കമ്പാർട്ട്മെന്റുകൾ ട്രെയിനിന് നടുവിലേക്ക് മാറ്റൽ തുടങ്ങിയ പ്രഖ്യാപനങ്ങളും ബജറ്റിലുണ്ട്. തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള പെൻഷൻ വിതരണമേളയാണ് സർക്കാർ ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് CPIM ജില്ലാ സെക്രട്ടറി P. മോഹനൻ മാസ്റ്റർ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് KSKTU ജില്ലാ നേതൃത്വം സംഘടിപ്പിച്ച കളക്ടറേറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പെൻഷൻ കുടിശ്ശിക വിതരണം ചെയ്യുക, പെൻഷൻ തുക വർദ്ധിപ്പിക്കുക, ക്ഷേമനിധി ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് KSKTU ജില്ലാ നേതൃത്വം കളക്ടറേറ്റ് മാർച്ച് സംഘടിപ്പിച്ചത്. CPIM ജില്ലാ സെക്രട്ടറി P. മോഹനൻ മാസ്റ്റർ മാർച്ചിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള പെൻഷൻ വിതരണ മേളയാണ് സർക്കാർ ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. അവസാനം ഇപ്പൊ തെരഞ്ഞെടുപ്പ് വരുമ്പോ നാട്ടിൽ വോട്ടർമാരെ സമീപിക്കണം, ജനങ്ങളോട് സമാധാനം പറയേണ്ടി വരും എന്ന് ബോധ്യമായപ്പോ അവസാനം ഇപ്പൊ പറയുന്നത് പഞ്ചായത്തിലെല്ലാം പെൻഷൻ മേള എന്ന് പറഞ്ഞിട്ട് ഒരേർപ്പാട്. പാവപ്പെട്ട തൊഴിലാളികളുടെ ആവശ്യങ്ങൾക്ക് മുന്നിൽ പുറംതിരിഞ്ഞു നിൽക്കാനാണ് സർക്കാർ ശ്രമിച്ചിട്ടുള്ളതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. TK കുഞ്ഞിരാമൻ അധ്യക്ഷനായിരുന്നു. പുരുഷൻ കടലുണ്ടി MLA, RP ഭാസ്കർ, P. വിശ്വൻ മാസ്റ്റർ, KSKTU സെക്രട്ടറി KK ദിനേശൻ തുടങ്ങിയവർ മാർച്ചിൽ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വേനൽക്കാലത്ത് നാം ശീലിക്കേണ്ട ആഹാര രീതികളെക്കുറിച്ച് ബോധവൽക്കരിക്കുകയാണ് സംസ്ഥാന ഉപഭോക്തൃ സുരക്ഷാ സമിതിയുടെ ഭക്ഷ്യസുരക്ഷാ സെമിനാർ. ഗാന്ധിഗൃഹത്തിൽ നടന്ന പരിപാടി കൌൺസിലർ P. ഉഷാദേവി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. ആഹാരശീലങ്ങളിൽ ജനങ്ങൾ ഏറെ ശ്രദ്ധിക്കണമെന്ന കാര്യം ഓർമ്മിപ്പിക്കുകയാണ് ഗാന്ധിഗൃഹത്തിൽ നടന്ന ഭക്ഷ്യസുരക്ഷാ സെമിനാർ. സംസ്ഥാന ഉപഭോക്തൃ സുരക്ഷാ സമിതിയുടെ നേതൃത്വത്തിലാണ് ഏകദിന ശില്പശാലയും സമിതി അംഗത്വ വിതരണവും നടന്നത്. പരിപാടി കൌൺസിലർ P. ഉഷാദേവി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സമിതി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുജാത എസ് വർമ്മ അധ്യക്ഷയായിരുന്നു. ആഹാരശീലങ്ങളിൽ പ്രാധാന്യം നൽകുന്ന മലയാളി അരിഭക്ഷണത്തിന്റെ അളവ് കുറയ്ക്കണമെന്നും അന്നജത്തിന്റെ ഏകരൂപം അരി മാത്രമല്ല
മറിച്ച് മറ്റ് ആഹാരപദാർത്ഥങ്ങൾ ഉണ്ടെന്നുമുള്ള കാര്യം തിരിച്ചറിയണമെന്നും സെമിനാറിൽ അഭിപ്രായമുയർന്നു. രാജ്യത്ത് നിലവിൽ വന്ന ഭക്ഷ്യസുരക്ഷാ നിയമത്തെക്കുറിച്ചും ഭക്ഷ്യസുരക്ഷാ സെമിനാറിൽ ചർച്ചകൾ ഉയർന്നു. ഭക്ഷ്യസംസ്കാരത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾ, ജൈവകൃഷി, ജീവിതശൈലി തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ആരോഗ്യ ഭക്ഷ്യമേഖലയിലെ വിദഗ്ധർ ക്ലാസുകൾ നയിച്ചു. ഇതോടൊപ്പം ഭക്ഷ്യസംസ്കരണ പരിശീലന പരിപാടിയും സംഘടിപ്പിച്ചു. വിവിധ ജില്ലകളിലും സംഘടനകളിലും നിന്നായി നിരവധി പേരാണ് ശില്പശാലയിൽ പങ്കെടുക്കാനെത്തിയത്. TKA അസീസ്, സണ്ണി പൈക്കട, സംസ്ഥാന ഉപഭോക്തൃ സുരക്ഷാ സമിതി വൈസ് പ്രസിഡന്റ് AK ആരിഫ്, സംസ്ഥാന സെക്രട്ടറി M ശശിധരൻ നായർ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. രാജീവ് മുരളി, സുലോചന രാമകൃഷ്ണൻ, CK വിനിരാജ്, സുപ്രിയ റാണി, VP അബ്ദുൽ ഗഫൂർ തുടങ്ങിയവർ സെമിനാറിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കേരള മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് ബീച്ച് ആശുപത്രിയിൽ നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. MLA A പ്രദീപ് കുമാറിന്റെ നേതൃത്വത്തിലാണ് പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുക. ബീച്ച് ആശുപത്രിയുടെ പൈതൃകം നിലനിർത്തിക്കൊണ്ട് സാധാരണ ജനങ്ങൾക്ക് മികവുറ്റ ആരോഗ്യ പരിരക്ഷ നൽകാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് പ്രസിഡന്റ് ആഷിഖ് പാറോൽ പറഞ്ഞു. കേരള ചേംബർ ഓഫ് കൊമേഴ്സ് പൊതുജന പങ്കാളിത്തത്തോടെ നടപ്പാക്കുന്ന ബീച്ച് ആശുപത്രി നവീകരണ പ്രവർത്തനങ്ങൾക്ക് മാർച്ച് 3-ന് തുടക്കം കുറിക്കുമെന്ന് ആഷിഖ് പാറോൽ പറഞ്ഞു. പ്രദീപ് കുമാർ MLAയുടെ പ്രാദേശിക വികസന ഫണ്ടും കേരള ചേംബർ ഓഫ് കൊമേഴ്സിന്റെയും വ്യക്തികളുടെയും സ്ഥാപനങ്ങളുടെയും സഹായത്തോടെയുമായിരിക്കും പദ്ധതികൾ നടപ്പിൽ വരുത്തുക. പദ്ധതിയുടെ ലോഞ്ചിംഗും പ്രോജക്ടിന്റെ ലോഗോ, വെബ്സൈറ്റ്, ബ്രോഷർ പ്രകാശനവും മാർച്ച് 1-ന് വൈകുന്നേരം 5 മണിക്ക് ബീച്ച് ഹോസ്പിറ്റൽ അങ്കണത്തിൽ നടത്തും. സാധാരണക്കാരായ ജനങ്ങൾക്ക് കുറഞ്ഞ ചെലവിൽ മികവുറ്റ ആതുര ശുശ്രൂഷ നൽകാനുള്ള കേരള ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ഉദ്യമത്തിന്റെ ഭാഗമായാണ് ഈ പദ്ധതിയെന്നും ഭാരവാഹികളായ ഗോപിരാജ്, ബഷീർ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഓൾ ഇന്ത്യ പോസ്റ്റൽ ആൻഡ് RMS പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം KG ബോസ് മന്ദിരത്തിൽ നടന്നു. പരിപാടി BSNL DOT പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന നേതാവ് K ദാമോദരൻ ഉദ്ഘാടനം ചെയ്തു. ഓൾ ഇന്ത്യ പോസ്റ്റൽ ആൻഡ് RMS പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം KG ബോസ് മന്ദിരത്തിൽ നടന്നു. പരിപാടി BSNL DOT പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന നേതാവ് K ദാമോദരൻ ഉദ്ഘാടനം ചെയ്തു. പെൻഷനുകാർ തങ്ങളുടെ അവകാശങ്ങൾ ചോദിക്കുമ്പോൾ സർക്കാർ കൈയൊഴിയുകയാണെന്നും പെൻഷനുകാരെ ബാധ്യതയായാണ് സർക്കാർ കാണുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. പെൻഷനുകാരുടെ ആനുകൂല്യം വെട്ടിച്ചുരുക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സംസ്കാര ശൂന്യമായ നടപടികളൊക്കെ പറയാം. എന്നാൽ പ്രാകൃതരായ ഈ ഗ്രാമീണരും മനുഷ്യരും ചെയ്യുന്ന ഈ കാര്യത്തിന്റെ മറ്റൊരു വശം നമ്മുടെ ഗവൺമെന്റുകളും പ്രിയങ്കരമായ ഒരു വിഷയമായി എടുത്തിരിക്കുന്നു എന്നതാണ് നമ്മെ ഉൾക്കണ്ടത്. കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ച 7ാം ശമ്പള കമ്മീഷൻ റിപ്പോർട്ടിലെ അപാകതകൾക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് സമ്മേളനത്തിൽ ഉയർന്നുവന്നത്. ജീവനക്കാരെയും പെൻഷനുകാരെയും സംബന്ധിച്ച് റിപ്പോർട്ട് തികച്ചും നിരാശാജനകമാണ്. 2006 ജനുവരി 1-ന് മുൻപ് റിട്ടയർ ചെയ്തവരുടെ പെൻഷൻ ഡിവിഷൻ സംബന്ധിച്ച് അനുകൂല വിധി സുപ്രീംകോടതി പുറപ്പെടുവിച്ചെങ്കിലും അർഹരായവർക്ക് ഇതുവരെ ആനുകൂല്യം ലഭിച്ചിട്ടില്ല. പെൻഷനുകാർക്കും ഫാമിലി പെൻഷനുകാർക്കും നിരവധി പ്രശ്നങ്ങളാണുള്ളത്. എന്നാൽ ഇതൊന്നും പരിഹരിക്കാനോ വേണ്ട നടപടികൾ സ്വീകരിക്കാനോ സർക്കാർ തയ്യാറായില്ല. ഇതിനെതിരെ പ്രതിഷേധം ശക്തമാക്കാനാണ് സംഘടനയുടെ തീരുമാനം. ജില്ലാ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് TP നമ്പ്യാർ അധ്യക്ഷനായിരുന്നു. ജില്ലാ സെക്രട്ടറി വിശ്വനാഥൻ, സംസ്ഥാന സെക്രട്ടറി VA മോഹനൻ, ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് KJ മത്തായി, കുഞ്ഞിരാമൻ, സരോജിനി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഇടവേള. I need is you by my side, so shine forever, world's fine as gold. You will never be far, like stars on the night sky, raining deep in my heart. Chemanur. Bobby Chemanur International Jewelers. ശ്രീകണ്ഠേശ്വര ക്ഷേത്രയോഗം ശിവരാത്രി മഹോത്സവം 2016 ഫെബ്രുവരി 29 മുതൽ മാർച്ച് 7 വരെ. ഫെബ്രുവരി 29-ന് രാത്രി 7:15-ന് കൊടിയേറ്റം, തുടർന്ന് കരിമരുന്ന് പ്രയോഗം, മുളയിടൽ, അത്താഴപൂജ, ശ്രീഭൂതബലി, എഴുന്നള്ളിപ്പ് എന്നിവയ്ക്ക് ശേഷം കൊടിയേറ്റ സദ്യ. നിരവധി ഹിറ്റ് ഗാനങ്ങളിലൂടെ മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ വൈക്കം വിജയലക്ഷ്മി നയിക്കുന്ന മ്യൂസിക് ഹൈവേയുടെ മ്യൂസിക്കൽ നൈറ്റ്. ശ്രീകണ്ഠേശ്വര ക്ഷേത്രയോഗം ശിവരാത്രി മഹോത്സവം 2016 ഫെബ്രുവരി 29 മുതൽ മാർച്ച് 7 വരെ. ഈ സിസ്റ്റം വീണ്ടും ഹാങ് ആയല്ലോ. വർക്കാണെങ്കിൽ തീർന്നിട്ടുമില്ല. ഇത് കഴിഞ്ഞിട്ട് ഇനി എപ്പോഴാ വീട്ടിൽ പോകാൻ പറ്റുക? കുട്ടിക്ക് എന്താ ഷീസ്റ്റിൽ താമസിച്ചൂടെ? അതെന്താ സംഭവം? നമ്മളെപ്പോലെ ജോലിയുള്ള സ്ത്രീകൾക്ക് സ്വന്തം വീട് പോലെ സുരക്ഷിതമായി താമസിക്കാൻ സർക്കാർ ഒരുക്കിയ സ്ഥാപനം. വൃത്തിയും വെടിപ്പുമുള്ള വിശാലമായ മുറികളാണ് ഇവിടെയുള്ളത്. AC റൂമുകളുമുണ്ട്.
വിദ്യാർത്ഥികൾക്ക് പ്രത്യേക സൗകര്യമുണ്ട്. ഇന്റർവ്യൂവിനും പരീക്ഷയ്ക്കും മറ്റുമെന്ന് നഗരത്തിൽ കുടുങ്ങിപ്പോകുന്നവർക്ക് സുരക്ഷിതമായി താമസിക്കാം ഇവിടെ. എവിടെയാണത്? എരഞ്ഞിപ്പാലത്ത്. ഇപ്പൊ എന്റെ കുറെ സുഹൃത്തുക്കൾ ഇവിടെയുണ്ട്. സ്ത്രീകളുടെ സുരക്ഷയ്ക്കായി എന്തെല്ലാം സംവിധാനമാണ് നമ്മുടെ സർക്കാർ ഒരുക്കിയിരിക്കുന്നത്. നിങ്ങൾ അത് പൂർണ്ണമായി ഉപയോഗപ്പെടുത്തണം. ഷീ സ്റ്റേ കേരള സർക്കാരിന് കീഴിൽ വനിതാ വികസന കോർപ്പറേഷന്റെ പുതിയ സംരംഭം. വിശാലമായ 3 നില കെട്ടിടത്തിൽ 100 പേർക്ക് താമസ സൗകര്യം, AC റൂമുകൾ, വൈഫൈ സംവിധാനം, നാപ്കിൻ വെൻഡിംഗ് മെഷീൻ, നാപ്കിൻ ഇൻസിനേറ്റർ തുടങ്ങിയ സൗകര്യങ്ങൾ. സ്വന്തമായി ഭക്ഷണം പാകം ചെയ്യാനുള്ള സൗകര്യം. കേരളത്തിലെ ആദ്യത്തെ ഷീ സ്റ്റേ. ഷീ സ്റ്റേ, സ്ത്രീകൾക്ക് സുരക്ഷിതമായ ഒരു താമസ സൗകര്യം. സുവർണകാലത്തിന്റെ കയ്യൊപ്പുമായി നമ്മുടെ സ്വന്തം ഉമ്മൻചാണ്ടി സർക്കാർ. വാർത്തകൾ തുടരുന്നു. കൊയിലാണ്ടിയിൽ ദളിതൻ കുളിച്ച ക്ഷേത്രക്കുളം ശുദ്ധി ചെയ്ത് പുണ്യാഹം തളിച്ച് സവർണനെ കൊണ്ട് കുളിപ്പിച്ച് പുനഃസമർപ്പണം നടത്തിയത് അപമാനവും നാണക്കേടും ഉണ്ടാക്കിയിരിക്കുകയാണെന്ന് ഭാരതീയ പട്ടിക ജനസമാജം ഭാരവാഹികൾ. ഇത്തരമൊരു പരിപാടിയിൽ രാഷ്ട്രീയ കക്ഷി നേതാക്കളും പങ്കെടുത്തത് ഗൌരവമായി കാണണമെന്നും അവർ പറഞ്ഞു. ജീർണാവസ്ഥയിലായിരുന്ന കൊയിലാണ്ടി കൊണ്ടംവള്ളി ശ്രീ അയ്യപ്പ ക്ഷേത്രക്കുളം നവീകരിക്കാൻ ദളിത് സഹോദരനാണ് നേതൃത്വം നൽകിയത്. നവീകരണം കഴിഞ്ഞ് ആചാരപ്രകാരം ദളിതന്റെ സ്നാനത്തോടുകൂടി കുളം സമർപ്പിക്കുകയും ചെയ്തു. എന്നാൽ പിന്നീട് ഇതിൽ പോരായ്മ കണ്ട സവർണർ ദളിതനെ ഭാരവാഹി സ്ഥാനത്തു നിന്നും മാറ്റി സവർണനെ നിയമിക്കുകയും ഒരിക്കൽ സമർപ്പിച്ച കുളം സവർണരുടെ സ്നാനത്തോടെ പുനഃസമർപ്പണം നടത്തുകയും ചെയ്തു. ഇത് ദളിത് വിഭാഗത്തോടുള്ള വഞ്ചനയാണെന്ന് ഭാരതീയ പട്ടിക ജനസമാജം ആരോപിച്ചു. തന്ത്രിയാണ് ക്ഷേത്രത്തിന്റെ പരമാധികാരി. ശാന്തി നടത്തിയിട്ടുള്ള ഒരു സ്ഥലത്ത് ഒരു ശാന്തിക്കാരൻ വന്ന് പുണ്യാഹം നടപ്പിച്ചിട്ട് ചെയ്യാന്നുള്ളത് ശരിയല്ല. കേരളത്തിനു തന്നെ നാണക്കേട് ഉണ്ടാക്കുന്ന ഈ സംഭവത്തിന് ഉത്തരവാദികളായവർക്കെതിരെ ശിക്ഷാ നടപടി സ്വീകരിക്കണമെന്നും എം ശ്രീധരൻ, നിർമ്മല്ലൂർ ബാലൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. INTUC ജില്ലാ പ്രസിഡന്റായി അഡ്വക്കേറ്റ് എം രാജൻ വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടു. സാംസ്കാരിക സാമൂഹിക രംഗത്തെ പ്രമുഖരുടെ സാന്നിധ്യത്തിൽ ഗാന്ധിഗൃഹത്തിൽ നടന്ന ചടങ്ങിലാണ് അദ്ദേഹം വീണ്ടും ചുമതലയേറ്റത്. INTUCയുടെ ജില്ലാ പ്രസിഡന്റായി അഡ്വക്കേറ്റ് എം രാജൻ വീണ്ടും എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് 5 പേർ നോമിനേഷൻ സമർപ്പിച്ചിരുന്നുവെങ്കിലും മറ്റ് 4 പേർ അവസാന നിമിഷം നോമിനേഷൻ പിൻവലിച്ചു. ഇതേ തുടർന്നാണ് ഭരണാധികാരികൾ എം രാജനെ തന്നെ പ്രസിഡന്റായി പ്രഖ്യാപിച്ചത്. ഗാന്ധിഗൃഹത്തിൽ നടന്ന ചടങ്ങിൽ INTUC ഓൾ ഇന്ത്യ വർക്കിംഗ് കമ്മിറ്റി മെമ്പർ MP പത്മനാഭൻ, സ്റ്റേറ്റ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് KC രാമചന്ദ്രൻ, AICC മെമ്പർ PV ഗംഗാധരൻ, MK ബീരാൻ, PM അബ്ദുറഹിമാൻ, TM ചന്ദ്രൻ, മൊയ്തീൻ കോയ, അഡ്വക്കേറ്റ് സുനീഷ് മാമിയിൽ, വനിതാ INTUC പ്രസിഡന്റ് നുസ്രത്ത് തുടങ്ങിയവർ അദ്ദേഹത്തെ പൊന്നാടി അണിയിച്ചാദരിച്ചു. കൂട്ടായ്മ ഒരുക്കിയതിനും അഭിനന്ദനങ്ങൾ നേർന്നതിനും അഡ്വക്കേറ്റ് എം രാജൻ നന്ദി രേഖപ്പെടുത്തി. ഒന്നിച്ചു നിന്നുകൊണ്ട് ഈ ഒരു കൂട്ടായ്മക്ക് ഒരുക്കാൻ സാധിച്ചു എന്നുള്ളത് സന്തോഷകരമായിട്ടുള്ള, ആർക്കും ഒരു പരാതിയില്ലാത്ത രൂപത്തിൽ മുന്നോട്ട് പോകാം. ഡോക്ടർ C ഭാമിനി തയ്യാറാക്കിയ നോവലിന്റെ നക്ഷത്രലോകങ്ങൾ എന്ന പഠന ഗ്രന്ഥം പ്രകാശനം ചെയ്തു. കാലിക്കറ്റ് ടവറിൽ നടന്ന ചടങ്ങിൽ പ്രശസ്ത സാഹിത്യകാരി P വത്സലയാണ് പ്രകാശന കർമ്മം നിർവഹിച്ചത്. ഡോക്ടർ ജോർജ് ഓണക്കൂരിന്റെ നോവലുകളെക്കുറിച്ച് ഡോക്ടർ C ഭാമിനി തയ്യാറാക്കിയ നോവലിന്റെ നക്ഷത്രലോകങ്ങൾ എന്ന പഠനഗ്രന്ഥം കാലിക്കറ്റ് ടവറിൽ നടന്ന ചടങ്ങിൽ പ്രശസ്ത സാഹിത്യകാരി P വത്സല പ്രകാശനം ചെയ്തു. ഭാമിനിയാണെങ്കിൽ ഞാൻ ജീവിതത്തിൽ ആദ്യമായി കണ്ട ഓഫീസർമാരിൽ വെച്ചിട്ട് ഏറ്റവും സർഗചേതനയുള്ള ഓഫീസർ. അതും പ്രത്യേകിച്ചും നമ്മുടെ SCERT പോലെയുള്ള മഹാവിദ്യാഭ്യാസ സ്ഥാപനത്തിൽ. അവിടെ ഭാമിനി ഉണ്ടെങ്കിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകൾക്ക് ജീവൻ വരും എന്ന് എനിക്ക് അവിടുത്തെ യോഗങ്ങളിൽ ചർച്ചകളിലൊക്കെ പങ്കെടുക്കുമ്പോൾ തോന്നിയിട്ടുണ്ട്. മലയാള സാഹിത്യ ലോകത്ത് നോവലുകളുടെ തിരിച്ചുവരവിനെ ആസ്പദമാക്കി ജോർജ് ഓണക്കൂരിന്റെ നോവലുകളെല്ലാം അവലംബമാക്കിക്കൊണ്ട് തയ്യാറാക്കിയ ഈ പുസ്തകത്തിന്റെ പ്രസാധകർ കറണ്ട് ബുക്സാണ്. ചടങ്ങിൽ പോൾ കലാനോട് അധ്യക്ഷം വഹിച്ചു. UK കുമാരൻ, KV മണികണ്ഠദാസ്, രാധാകൃഷ്ണൻ തിരൂർ, ഡോക്ടർ C ഗണേഷ്, ജോർജ് ഓണക്കൂർ, മുഹമ്മദ് അലി തുടങ്ങിയവരും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കലാവേദി മീഡിയ നിർമ്മിച്ച് ഭസ്മരാജ സംവിധാനം ചെയ്ത തീപ്പൊട്ടൻ എന്ന സിനിമയുടെ പൂജയും സ്വിച്ച് ഓൺ കർമ്മവും കോഴിക്കോട് പാരാമൗണ്ട് ടവറിൽ നടന്നു. സിനിമയുടെ സ്വിച്ച് ഓൺ കർമ്മം പ്രശസ്ത തിരക്കഥാകൃത്ത് PR നാഥൻ നിർവഹിച്ചു. കലാവേദി മീഡിയ നിർമ്മിച്ച ഭസ്മരാജ സംവിധാനം ചെയ്യുന്ന തീപ്പൊട്ടൻ എന്ന സിനിമയുടെ പൂജയും സ്വിച്ച് ഓൺ കർമ്മവും കോഴിക്കോട് പാരാമൗണ്ട് ടവറിൽ നടന്നു. സിനിമയുടെ സ്വിച്ച് ഓൺ കർമ്മം പ്രശസ്ത സിനിമാ സീരിയൽ തിരക്കഥാകൃത്ത് PR നാഥ് നിർവഹിച്ചു. ആദ്യത്തെ ഒരു ദിവസം എങ്ങനെ
ഇതിലിനിയുള്ളത് ഓരോരോ കഥാപാത്രങ്ങളും അവരവര് അധ്വാനിക്കുന്ന തൊഴിലിനെ കേന്ദ്രീകരിച്ചാണ്. കാരണം 6 വയസ്സ് സമയത്തൊക്കെ മലയാള സിനിമയിൽ പ്രൊഡക്ഷൻ ബോയ് ആയിട്ട് ചായയൊക്കെ കൊടുക്കുന്ന തീർത്തും ഗ്രാമീണ ശൈലിയിൽ ഒരുക്കുന്ന ഈ ചിത്രത്തിൽ പുതുമുഖങ്ങളാണ് അണിനിരക്കുന്നത്. പ്രസാദ് അമരാഴിയിലാണ് ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. JP നമ്പിലത്താണ് ഛായാഗ്രഹകൻ. M ഗിരീഷും ബിപിൻ റാമുമാണ് ചിത്രത്തിന്റെ സംഗീതം. വരികൾ പ്രസാദ് അമരാഴിയിലും ജനാർദ്ദനൻ ചീക്കിലോടുമാണ് എഴുതിയിരിക്കുന്നത്. ചടങ്ങിൽ ബ്രഹ്മശ്രീ മുല്ലപ്പള്ളി കൃഷ്ണൻ നമ്പൂതിരി മുഖ്യ അതിഥിയായിരുന്നു. ഹരിപ്പാട് KPN പിള്ള, PV നവീന്ദ്രൻ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സേവനപാതയിൽ 15 വർഷം പൂർത്തിയാക്കുന്ന CH സെന്റർ ഡയഗ്നോസ്റ്റിക് സെന്ററിന് തുടക്കം കുറിക്കുന്നു. സെന്ററിന്റെ ഉദ്ഘാടനം, നിർദ്ദിഷ്ട മെഡിക്കൽ കോളേജ് ആൻഡ് റിസർച്ച് സെന്ററിന്റെ പ്രഖ്യാപനവും ഫെബ്രുവരി 27 ഹൈദരലി ശിഹാബ് തങ്ങൾ നിർവഹിക്കും. ആതുര സേവന രംഗത്ത് 1.5 പതിറ്റാണ്ടായി സേവനമനുഷ്ഠിച്ചു വരുന്ന CH സെന്റർ ഡയഗ്നോസ്റ്റിക് സെന്റർ ആരംഭിക്കുന്നു. CT സ്കാൻ, അൾട്രാസൗണ്ട് സ്കാൻ, കളർ ഡ്രോപ്ലർ, ECG, എക്സ്റേ, വിവിധ ലാബ് ടെസ്റ്റുകൾ എന്നിവയ്ക്കുള്ള സൌകര്യങ്ങളാണ് ഡയഗ്നോസ്റ്റിക് സെന്ററിൽ ഒരുക്കിയിരിക്കുന്നതെന്ന് ജനറൽ സെക്രട്ടറി MA റസാഖ് മാസ്റ്റർ പറഞ്ഞു. പാവപ്പെട്ട രോഗികൾക്ക് തീർത്തും സൌജന്യമായും മറ്റുള്ളവർക്ക് സൌജന്യ നിരക്കിലും ഇവിടെ സേവനം ലഭ്യമാക്കും. CH സെന്റർ ഡയഗ്നോസ്റ്റിക് സെന്ററിന്റെ ഉദ്ഘാടനവും ശിഹാബ് തങ്ങൾ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കം മെഡിക്കൽ കോളേജ് ആൻഡ് റിസർച്ച് സെന്ററിന്റെ പ്രഖ്യാപനവും സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ ഫെബ്രുവരി 27 മെഡിക്കൽ കോളേജ് CH സെന്റർ പരിസരത്ത് നിർവഹിക്കും. കേരള വ്യവസായ IT വകുപ്പ് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി, E അഹമ്മദ് MP, പഞ്ചായത്ത് നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ MK മുനീർ തുടങ്ങിയവരും പങ്കെടുക്കും. വാർത്തകളിൽ മറ്റൊരു ഇടവേള കൂടി. All I need is you by my side, so shine forever, world's finest gold. You will never be far, like stars on the night sky, raining deep in my heart. Bobby Chemanur International Jewelers. നാഷണൽ ഹാൻഡ്ലൂം എക്സ്പോ 2016 കോഴിക്കോട് അരേടത്ത് പാലം ഗ്രൗണ്ടിൽ ഹാൻഡ്വീവ് മൂല്യവർദ്ധിത ഹാൻഡ്ലൂം തുണിത്തരങ്ങൾ, കോട്ടൺ സാരികൾ, സെറ്റുമുണ്ടുകൾ, ധോത്തികൾ, കൈലികൾ, കിടക്കവിരികൾ, ഫർണിഷിംഗുകൾ, ഫ്ലോർ മാറ്റുകൾ എന്നിവയുടെ വിപുലമായ ശേഖരം. 1000 രൂപയ്ക്ക് മുകളിലുള്ള ഓരോ വിൽപ്പനയ്ക്കും സമ്മാന കൂപ്പൺ. ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ ഭാഗ്യശാലികൾക്ക് 1000 രൂപ വിലയുള്ള കൈത്തറി വസ്ത്രങ്ങൾ സമ്മാനം. 20% സർക്കാർ റിബേറ്റ്. ആഴ്ചതോറുമുള്ള നറുക്കെടുപ്പിലൂടെ മെഗാ സമ്മാനങ്ങൾ. നാഷണൽ ഹാൻഡ്ലൂം എക്സ്പോ 2016 കോഴിക്കോട് അരേടത്ത് പാലം ഗ്രൗണ്ടിൽ മാർച്ച് 5 വരെ മാത്രം. വരൂ വരൂ. എന്താ വേണ്ടത് മാഡം? ബാംഗിൾസ് ഒന്ന് നോക്കണം. ഓ പിന്നെന്താ, നിറയെ പഴയ കടയാ, എല്ലാ ഡിസൈൻസും ഇവിടെ ഉണ്ടാവും. ഇത് നോക്ക. കുറച്ചുകൂടെ ബെറ്റർ. ഓ പിന്നെന്താ. എനിത്തിങ് ട്രെൻഡി ആൻഡ് മോഡേൺ? ഓ ഉണ്ടല്ലോ, ആയിരക്കണക്കിന്. അതെ, ഇവിടെ അല്ല, മലബാർ ഗോൾഡൻ ഡയമണ്ടില് അഴകേറും ആയിരക്കണക്കിന് വളകളുടെ ഉത്സവം. ബ്രൈഡൽ വെയർ, പാർട്ടി വെയർ, ഡെയിലി വെയർ ഡിസൈനുകൾ. ഗ്രാമിന് 100 രൂപ എക്സ്ചേഞ്ച് ഓഫർ. അഡ്വാൻസ് ബുക്കിംഗിന് പ്രത്യേക ആനുകൂല്യങ്ങൾ. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ മാത്രം. വാർത്തകൾ തുടരുന്നു. JNUവിൽ നടക്കുന്ന വിദ്യാർത്ഥി സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് LDF കോഴിക്കോട് നോർത്ത് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഐക്യദാർഢ്യ സദസ്സ് സംഘടിപ്പിച്ചു. മൊഫ്യൂസിൽ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പരിപാടി CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി R ശശി ഉദ്ഘാടനം ചെയ്തു. സംഘപരിവാർ ശക്തികളുടെ വിദ്യാർത്ഥി വേട്ടയിൽ പ്രതിഷേധിച്ച് JNUവിൽ നടക്കുന്ന വിദ്യാർത്ഥി സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് LDF കോഴിക്കോട് നോർത്ത് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മൊഫ്യൂസിൽ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഐക്യദാർഢ്യ സദസ്സ് സംഘടിപ്പിച്ചു. CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി R ശശി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ബേബി വാസൻ അധ്യക്ഷം വഹിച്ചു. PT അബ്ദുൾ ലത്തീഫ്, K ലോഹിയ, CP ഹമീദ്, അഡ്വക്കേറ്റ് A സുകുമാരൻ, MP സൂര്യനാരായണൻ തുടങ്ങിയവരും സംബന്ധിച്ചു. കരയിടിച്ചിലും വെള്ളപ്പൊക്ക ഭീഷണിയും തടയാൻ മാത്തോട്ടം കനാൽ പാർശ്വഭിത്തി കെട്ടി സുരക്ഷിതമാക്കുന്നു. 53-ാം ഡിവിഷനിൽ കുറിഞ്ചാത്തൻ വയൽ ഭാഗമാണ് നിർമ്മാണ പ്രവൃത്തി പുരോഗമിക്കുന്നത്. കുറിഞ്ചാത്തൻ വയൽ മുതൽ കുത്തുകല്ല് റോഡ് പാലം വരെ 200 മീറ്റർ ദൂരമാണ് ഇരുവശത്തും ഭിത്തി കെട്ടുന്നത്. മാത്തോട്ടം കനാലിന്റെ അരികുഭിത്തി കെട്ടുന്നതോടൊപ്പം കനാലിലെ ചെളി നീക്കം ചെയ്ത് ആഴം കൂട്ടലും പദ്ധതിയിലുണ്ട്.
പാർശ്വഭിത്തിയില്ലാത്തതിനാൽ കരയിടിച്ചിലും മണ്ണൊലിപ്പ് മൂലം കനാലിൽ ഒഴുക്കില്ലാതായത് പരാതിക്ക് വഴിവെച്ചിരുന്നു. ഇതോടെയാണ് കോർപ്പറേഷൻ പദ്ധതിയിൽ തുക വകയിരുത്തി കനാൽ സംരക്ഷിക്കുന്നത്. കോർപ്പറേഷൻ ഫണ്ടിൽ 3 ഡിവിഷനുകളിലേക്ക് അനുവദിച്ച 35 ലക്ഷം രൂപയുടെ പ്രവൃത്തിയുടെ തുടർച്ചയായാണ് ഇപ്പോഴുള്ള പണികൾ. ഇത് പൂർത്തിയായാലും കനാൽ പാലത്തിനും കുറിഞ്ചാത്തൻ വയലിനുമിടയിൽ 50 മീറ്ററോളം ഭാഗം ഭിത്തി നിർമ്മിക്കേണ്ടതുണ്ട്. അടുത്ത വർഷ പദ്ധതിയിൽ ഇതുകൂടി പൂർത്തീകരിക്കാനാണ് കോർപ്പറേഷൻ ലക്ഷ്യമിടുന്നത്. തമ്പി റോഡിലെ ആബിത്തോടിൽ നിന്നും ഉത്ഭവിച്ച് കോയവളപ്പിലൂടെ കല്ലായ്പുഴയിൽ ചേരുന്നതാണ് മുണ്ടകൻ കനാൽ. പൂർണ്ണമായും ഭിത്തിയില്ലാത്തതിനാൽ കരയിടിച്ചിൽ വ്യാപകമായുള്ളതിനോടൊപ്പം മഴക്കാലത്ത് കനാൽ കവിഞ്ഞ് വെള്ളം ജനവാസ കേന്ദ്രങ്ങളിലേക്ക് വ്യാപിക്കലും പതിവായിരുന്നു. പൂർണ്ണമായും ഭിത്തി കെട്ടുന്നതോടെ വെള്ളപ്പൊക്ക ഭീഷണി അകറ്റാനാകുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കേരള സ്റ്റേറ്റ് മാപ്പിള സോങ് ലവേഴ്സ് അസോസിയേഷൻ 40ാം വാർഷികാഘോഷം മാർച്ച് 1 കോഴിക്കോട് മുതലക്കുളം മൈതാനിയിൽ നടക്കും. ഉദ്ഘാടനവും അവാർഡ് സമർപ്പണവും വ്യവസായ വകുപ്പ് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി നിർവഹിക്കും. മാപ്പിള പാട്ടുകളെയും മാപ്പിള കലകളെയും പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തുന്നതിനായും അവശത അനുഭവിക്കുന്ന മാപ്പിള കലാകാരന്മാരെ സംരക്ഷിക്കുന്നതിനായും 40 വർഷമായി കോഴിക്കോട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സംഘടനയാണ് കേരള സ്റ്റേറ്റ് മാപ്പിള സോങ് ലവേഴ്സ് അസോസിയേഷൻ. സംഘടനയുടെ 40ാം വാർഷികം വിവിധ പരിപാടികളോടെ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ഈ വർഷത്തെ ജൂബിലി അവാർഡ് മാപ്പിളപ്പാട്ട് കവിയായ യഹിയ തളങ്കരയ്ക്ക് സമർപ്പിക്കും. മാപ്പിളപ്പാട്ട് രചയിതാവ് OM കരുവാരക്കുണ്ടിനെ ആദരിക്കും. മാപ്പിളപ്പാട്ട് ഗായകൻ യൂസഫ് കാരക്കാട് നയിക്കുന്ന മാപ്പിളപ്പാട്ട് അന്താക്ഷരി മത്സരവും അരങ്ങേറും. ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനവും അവാർഡ് സമർപ്പണവും മാർച്ച് 1 മുതലക്കുളം മൈതാനിയിൽ വ്യവസായ വകുപ്പ് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി നിർവഹിക്കുമെന്ന് ചെയർമാൻ ഡോക്ടർ കെ കുഞ്ഞാലി, MV കുഞ്ഞാമു, പി ഇസ്മായിൽ എന്നിവർ പറഞ്ഞു. SKSSF സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചെറുശ്ശേരി സൈനുദ്ദീൻ മുസല്യാർ അനുസ്മരണവും പ്രാർത്ഥനാ സംഗമവും സംഘടിപ്പിച്ചു. KP കേശവ മേനോൻ ഹാളിൽ നടന്ന പരിപാടി പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. SKSSF സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ അനുസ്മരണ സമ്മേളനവും പ്രാർത്ഥനാ സംഗമവും KP കേശവ മേനോൻ ഹാളിൽ നടന്നു. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വൈജ്ഞാനിക രംഗത്ത് ഉയരങ്ങളിലെത്തിയ പണ്ഡിതന്മാർ സൂര്യസമാനമായ ദൌത്യമാണ് ലോകത്ത് നിർവഹിക്കുന്നതെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. ചടങ്ങിൽ കോഴിക്കോട് ഗാസി സയ്യിദ് മുഹമ്മദ് കോയ തങ്ങൾ അധ്യക്ഷം വഹിച്ചു. ഗാസി സയ്യിദ് അബ്ദുൽ നാസിർ ഹൈ ശിഹാബ് തങ്ങൾ, MT അബ്ദുള്ള മുസ്ലിയാർ, അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ്, KPA മജീദ്, PK മുഹമ്മദ്, ഉമർ ഫൈസി മുക്കം, AV അബ്ദുറഹ്മാൻ മുസ്ലിയാർ, MA റസാഖ്, KP കുഞ്ഞിമൂസ, ഓണംപിള്ളി മുഹമ്മദ് ഫൈസി, KNS മൗലവി, മുസ്തഫ മുണ്ടുപാറ തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ശിവാനന്ദ രസലഹരി ആദ്യ ഭാഗത്തിന്റെ പ്രകാശനം തളി ഗുരുവായൂരപ്പൻ ഹാളിൽ ഫെബ്രുവരി 28 നടക്കും. കോഴിക്കോട് മെഡിക്കൽ കോളേജ് റിട്ടയർഡ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ P രാമൻ ഉദ്ഘാടനം ചെയ്യും. മഹാദേവന്റെ കഥകൾക്ക് നവരസങ്ങളിലൂടെയുള്ള ദൃശ്യശ്രവ്യ ആവിഷ്കാരമാണ് ശിവാനന്ദ രസലഹരി. സംസ്കൃത ഭാഷയിലാണ് ഇത് രചിച്ചത്. ദൃശ്യാവിഷ്കാരത്തിൽ മോഹിനിയാട്ടത്തിലും കുച്ചിപ്പുടിയിലും ചേർന്നുള്ള നൃത്താവിഷ്കാരമാണുള്ളത്. രുദ്രസംഹിത, ശിവപുരാണം, നാട്യശാസ്ത്രം, സൗന്ദര്യലഹരി, കുമാരസംഭവം തുടങ്ങിയ ഗ്രന്ഥങ്ങളിലെ കഥാസന്ദർഭങ്ങളെ യോജിച്ച രീതിയിൽ ശിവാനന്ദ രസലഹരിയിലൂടെ ചിട്ടപ്പെടുത്തി ആവിഷ്കരിക്കുകയാണ്. ആദ്യ ഭാഗത്തിന്റെ CD പ്രകാശനങ്ങളും ദൃശ്യാവിഷ്കാരവും ഫെബ്രുവരി 28 തളി ഗുരുവായൂരപ്പൻ ഹാളിൽ നടക്കുമെന്ന് രചയിതാവും സംവിധായകനുമായ കൃഷ്ണരാജൻ രാജ പറഞ്ഞു. പരിപാടികളിൽ ഗായകൻ മധു ബാലകൃഷ്ണൻ, നർത്തകി ചിത്ര വിശ്വേശ്വരൻ, പാർവതി ജയറാം, ആർട്ടിസ്റ്റ് മദനൻ തുടങ്ങിയ പ്രമുഖർ സംബന്ധിക്കും. നാട്ടുവഴിയുടെ വിരുന്നൊരുക്കി ഷൺമുഖൻ പൗകയുടെ ചിത്രപ്രദർശനം ശ്രദ്ധേയമായി. ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ നടക്കുന്ന പ്രദർശനത്തിൽ 24 ചിത്രങ്ങളാണ് ഉള്ളത്. നാട്ടിൻപുറങ്ങളെ തൊട്ടുണർത്തുന്ന ഷൺമുഖൻ പൗകയുടെ സോങ് ഓഫ് ദ ബ്രഷ് എന്ന ചിത്ര പ്രദർശനത്തിന് ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ തുടക്കമായി. പുഴയും കടലും പച്ചപ്പും ഇഴചേരുന്ന ഗ്രാമഭംഗികളാണ് ഷൺമുഖൻ തന്റെ ക്യാൻവാസിൽ പകർത്തിയിരിക്കുന്നത്. 24ഓളം ചിത്രങ്ങളടങ്ങുന്ന പ്രദർശനത്തിൽ തീർത്തും റിയലിസ്റ്റിക് ചിത്രങ്ങളാണുള്ളത്. ചിത്രങ്ങളെപ്പോഴും തന്നെ മനസ്സിനെ ആനന്ദിപ്പിക്കാനുള്ള, സാധാരണക്കാരെ വിശേഷിപ്പിച്ചും ആനന്ദിപ്പിക്കാനുള്ള ഒരു ക്രിയേഷനായിട്ട് മാത്രം കാണുന്ന ആളാണ്. പാടത്ത് കന്നുപൂട്ടുന്ന കർഷകനും കാളവണ്ടിയും പച്ചപ്പിൽ മേയുന്ന ആട്ടിൻപറ്റങ്ങളും നാട്ടുവഴിയുടെ ഹരിതഭംഗിയെയും ചാരുതയെയും ഓർമ്മപ്പെടുത്തുന്നു. മത്സ്യത്തൊഴിലാളികളുമായി പോകുന്ന തോണിയും ബേപ്പൂർ പുഴയോരത്തെ ഉരുവും പ്രദർശനത്തെ ഏറെ കൗതുകകരമാക്കുന്നു. തെയ്യവും കഥകളിയും നിറഞ്ഞു നിൽക്കുന്ന പ്രദർശനത്തിൽ ഹംസവും ദമയന്തിയും വീണ വായിക്കുന്ന കുലീന തുടങ്ങിയ രവിവർമ്മ ചിത്രങ്ങളും ഉണ്ട്. പ്രദർശനം 25-ന് അവസാനിക്കും. ഈ വർഷത്തെ റോസ്മേരി അവാർഡ് ഇടുക്കി സ്വദേശിനി സജിനി മാത്യുവിന് നൽകുമെന്ന് ചെയർമാൻ സണ്ണി കൊക്കാപ്പിളിൽ പറഞ്ഞു. അവാർഡ് മെയ് മാസത്തിൽ മൂവാറ്റുപുഴയിൽ സമ്മാനിക്കും.
ഇടുക്കി ജില്ലയിൽ തൊടുപുഴ മേലുകാവിനടുത്ത് സ്നേഹി ഭവൻ എന്ന സ്ഥാപനം നടത്തുകയാണ് സജിനി മാത്യു. ജീവിതത്തിന്റെ വഴിത്താരയിൽ വഴിതെറ്റുന്നവരെ ഏറ്റെടുത്ത് സംരക്ഷിക്കാൻ സജിനി മാത്യു കാണിക്കുന്ന സുമനസാണ് ഈ അവാർഡിന് അവരെ അർഹയാക്കിയതെന്ന് ചെയർമാൻ സണ്ണി കൊക്കാപ്പിളിൽ പറഞ്ഞു. മെയ് മാസത്തിൽ മൂവാറ്റുപുഴയിൽ നടക്കുന്ന ചടങ്ങിൽ 10,001 രൂപയും ഫലകവും അടങ്ങുന്ന പുരസ്കാരം സമർപ്പിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോഴിക്കോട് മംഗലാപുരം ഗേജ് മാറ്റത്തിന് റെയിൽവേ ബജറ്റിൽ 2 കോടി. തിരുനാവായ ഗുരുവായൂർ പാത ഇരട്ടിപ്പിക്കാനും വകയിരുത്തൽ. തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള പെൻഷൻ വിതരണമേളയാണ് സർക്കാർ നടപ്പിലാക്കുന്നതെന്ന് CPIM ജില്ലാ സെക്രട്ടറി P. മോഹൻ മാസ്റ്റർ. വേനൽക്കാല ആഹാര രീതികളിൽ മിതത്വം പാലിക്കണമെന്ന് ഉപഭോക്തൃ സുരക്ഷാ സമിതിയുടെ സെമിനാർ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers. ജില്ലാ വാർത്തകൾ, the one and only daily news across your district. Log on www.jillavartagal.com. Independent, impartial, indivisible, straight to the public. Jilla Vartagal, the one and only daily news across your district. Log on www.jillavartagal.com.